IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്ത് സുരേഷിന് മുൻകൂർ ജാമ്യമില്ല. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സാലി ചേരുന്നു. സാലി, ഇയാൾ ഇതുവരെയും പോലീസിന് കീഴടങ്ങിയിട്ടില്ല. ഇയാൾ പുറത്തു നിന്നുകൊണ്ട് ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. പക്ഷേ ഹൈക്കോടതി അത് അനുവദിക്കുന്നില്ല. വിശദാംശങ്ങൾ സാലി. അതായത് മാർച്ച് 24 ഇപ്പോൾ 2 മാസം പിന്നിട്ടപ്പോഴും ഇയാൾ ഒളിവിലാണ്. പക്ഷേ അയാൾ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വിശദമായി വാദം കേട്ടു. അല്പം മുമ്പ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞു അയാൾക്ക് ജാമ്യമില്ല, ജാമ്യം നൽകാനാവില്ല എന്ന് കർശനമായ ചില നിരീക്ഷണങ്ങളോടുകൂടിയാണ് കോടതി അത് നടത്തിയിരിക്കുന്നത്. ഏതായാലും പോലീസ് കർശനമായി ജാമ്യാപേക്ഷ എതിർത്തു. ഒട്ടേറെ തെളിവുകൾ ഇയാൾക്കെതിരെയുണ്ട്. സാമ്പത്തിക ചൂഷണത്തിന്, ലൈംഗിക ചൂഷണത്തിന്, ആത്മഹത്യാ പ്രേരണയ്ക്ക് ഒക്കെ തെളിവുകളുണ്ട് എന്നാണ് പോലീസിൻ്റെ വാദം. ആ വാദം കോടതി മുഖവിലക്കെടുത്തു. മാത്രമല്ല കോടതി വളരെ ശക്തമായ ചില നിരീക്ഷണങ്ങൾ ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നാണ് കോടതി പറഞ്ഞത്. ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത് കോടതി മുഖവിലേക്കെടുക്കുന്നു. അതുകൊണ്ട് ഇയാൾ മുൻകൂർ ജാമ്യത്തിന് അർഹനല്ല എന്നാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ വിശദമായി തന്നെ പോലീസ് വ്യക്തമായി തന്നെ ജാമ്യാപേക്ഷ എതിർത്തിരുന്നു. ഇരുവരും തമ്മിലുള്ള ചാറ്റിൻ്റെ വിവരങ്ങൾ കൈമാറിയിരുന്നു. ആ ചാറ്റിലടക്കം ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് പ്രേരകമാകുന്ന സംഭാഷണങ്ങളുണ്ട്. നീ എന്നാണ് മരിക്കുന്നതെന്ന് സുഗാന്ത് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നതടക്കമുള്ള വിവരങ്ങളുണ്ട്. മാത്രമല്ല പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പെൺകുട്ടിയെ ലൈംഗികമായി ഇയാൾ ചൂഷണം ചെയ്തിരുന്നു, സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കോടതി മുമ്പാകെയും വന്നു. ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പോലീസ് ഇക്കാര്യങ്ങളെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തി. തുടർന്നാണ് കർശനമായ നിരീക്ഷണങ്ങളോടെ, ഗുരുതരമായ നിരീക്ഷണങ്ങളോടെ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അല്പം മുമ്പ് ജാമ്യാപേക്ഷ തള്ളിയത്. ഇപ്പോൾ 2 മാസമായി ഇയാൾ ഒളിവിലാണ്. അയാളെ IB ഉദ്യോഗസ്ഥൻ എന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ഏതായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിലെ IB ഉദ്യോഗസ്ഥരായിരുന്നു 2 പേരും. ഒരു സഹപ്രവർത്തകയെ ചൂഷണം ചെയ്ത് മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് സുഗാന്ത് സുരേഷിനെതിരായ കുറ്റം. ആ കുറ്റത്തിലാണ് ഇയാൾക്ക് ജാമ്യമില്ല, കീഴടങ്ങിയേ പറ്റൂ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരനായ ഉദ്യോഗസ്ഥൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. സാലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.